ആസിഫ് അലിയെ നായകനാക്കി താമർ തിരക്കഥയും രചിച്ചു സംവിധാനം ചെയ്തതാണ് സർക്കിട്ട്. ചിത്രത്തിലെ കേന്ദ്രകഥാപാത്രങ്ങളായ ആമീറിനെയും ജഫ്രോണിനെയും അവതരിപ്പിച്ചിരുന്നത് ആസിഫ് അലിയും ബാലതാരം ഒർഹാനുമാണ്. ഇരുവരുടെയും സൗഹൃദ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് സർക്കിട്ട്. മെയ് 8-നാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളായി കിഷ്കിന്ധാ കാണ്ഡം, രേഖാചിത്രം എന്നീ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾക്ക് ശേഷം ആസിഫ് അലി നായകനായ സർക്കിട്ട് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന ചിത്രമാണ്. വമ്പൻ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയ പൊന്മാൻ എന്ന ചിത്രത്തിന് ശേഷം അജിത് വിനായക ഫിലിംസ്, ആക്ഷൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ വിനായക അജിത്, ഫ്ലോറിൻ ഡൊമിനിക് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണിത്. പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസിച്ച 1001 നുണകൾ എന്ന ചിത്രത്തിന് ശേഷം താമർ ഒരുക്കിയ സർക്കിട്ടിൽ ദിവ്യപ്രഭയാണ് നായിക വേഷം ചെയ്തിരിക്കുന്നത്. എന്നാൽ സർക്കിട്ടിന് തിയേറ്ററുകളില് വൻ വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല. പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സർക്കിട്ട് UAE, ഷാർജ, റാസല് ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലായി 40 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നെങ്കിലും കളക്ഷൻ അതിനനുസരിച്ച് ആയിരുന്നില്ല. മനോരമ മാക്സില് വൈകാതെ ചിത്രം സ്ട്രീമിംഗ് തുടങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ട്.